അധ്യക്ഷൻ ഫൈസൽ സാർ, വേദിയിലും സഭയിലുമുള്ള സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നോമ്പും ആരോഗ്യവും. നോമ്പ് അഥവാ വ്രതം ലോകത്ത് വിവിധ പ്രദേശങ്ങളിൽ, വിവിധ സമൂഹങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ആചരിച്ചു വരാറുണ്ട്. ഒരു മത ആരാധന എന്ന നിലയിൽ മുസ്ലിം സമൂഹത്തിൽ നമ്മൾ റംസാൻ നോമ്പുണ്ട്. പകൽ സമയത്ത് ഭക്ഷണം ഒഴിവാക്കി ഇട്ടുള്ള ഒരു നോമ്പ്. അതേസമയം ചില യോഗികൾ ഏതാനും ദിവസങ്ങൾ സമ്പൂർണ്ണമായി ഭക്ഷണം, വെള്ളം വർജിച്ച് നോമ്പ് ആചരിക്കാറുണ്ട്. പിന്നെ മറ്റു പല മതസമൂഹങ്ങളിൽ അരി ഭക്ഷണം ഒഴിവാക്കി അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണം മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള നോമ്പ് ആചരിക്കുന്ന രീതിയുണ്ട്. അതുകൂടാതെ വാട്ടർ ഫാസ്റ്റിംഗ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വെള്ളം മാത്രം കഴിച്ച്, അല്പം വെള്ളം മാത്രം കഴിച്ച് ഏതാനും ദിവസങ്ങൾ, നിശ്ചിത ദിവസങ്ങളിൽ 7 ദിവസം 10 ദിവസം ഒക്കെ, അതൊരു ആരോഗ്യപരമായ ഉദ്ദേശത്തോടു കൂടി ആചരിക്കുന്നവരുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 16 മണിക്കൂറോളം ഡെയിലി സ്ഥിരമായി ഭക്ഷണം കഴിക്കാതെ, അതായത് ഒരു ഉച്ചയ്ക്കൊരു 12 മണിക്ക് ഭക്ഷണം കഴിക്കുക, രാത്രി ഒരു 8 മണിക്ക് മാത്രം. അപ്പോൾ അതിൻ്റെ 8 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസം 12 മണി വരെ ഭക്ഷണമില്ലാതെ ഒഴിഞ്ഞ വയറായി. ഇതൊക്കെ ഒരു ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ അത്തരം ഉദ്ദേശത്തിൽ ജനങ്ങൾ ആചരിക്കുന്നതാണ്. നോമ്പ് ഏത് തരത്തിലുള്ള നോമ്പായാലും അത് ആരോഗ്യപരമായി ഗുണം തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മളുടെ റമദാൻ നോമ്പാകുമ്പോൾ ഭക്ഷണം സമ്പൂർണ്ണമായി പകൽ സമയത്ത് മാറ്റിവെക്കുകയാണ്, കഴിക്കാതിരിക്കുകയാണ്. ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെയൊക്കെ പറയപ്പെട്ടതുപോലെ ഭക്ഷണമില്ലാതെ വയറ് കാലിയായി കിടക്കുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിന് സമ്പൂർണ്ണ വിശ്രമം ലഭിക്കുന്നു. നേരത്തെ ഇവിടെ ഒരാൾ സംസാരിച്ചതുപോലെ നമ്മളുടെ ശരീരം പല ഫങ്ഷനുകളാണുള്ളത്. ഒന്ന് ഗ്രോത്ത്, പിന്നെ ഒന്ന് മെയിൻ്റനൻസ്, പിന്നെ ഒന്ന് റിപ്പയർ, ഇങ്ങനെ കുറേ ഫങ്ഷനുകൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യും ശരീരം. അതിൻ്റെ ഭാഗമായിട്ടാണ് വിശപ്പ് നമുക്കറിയാം, പനി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നാൽ, മിക്ക അസുഖങ്ങൾ വന്നാലും ശരീരം വിശപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് റിപ്പയറിലേക്ക് കൂടി അത് ഫോക്കസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ അസുഖം മാറാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. നമ്മൾ പഴയ ആളുകൾ പറയാറുണ്ട്, പനിക്ക് പട്ടിണി എന്ന് പറയും. നമ്മൾ പനിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക. എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് ശരീരം തരുന്ന മെസ്സേജാണ് വായയുടെ കയ്പും വിശപ്പില്ലായ്മയൊക്കെ, രുചിയില്ലായ്മയെല്ലാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മളുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറും. എന്തായാലും പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നോമ്പ് കൊണ്ട് നമുക്കുണ്ട്. മറ്റ് തരത്തിൽ നോക്കുകയാണെങ്കിൽ